It's pretty good. നല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് എ വേ ഓഫ് ടെസ്റ്റിംഗ് അവർ എംപത്തി, എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള. ഐ ഫീൽ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാണ്. കുറേ പേര് ക്രോ വരച്ച് വെച്ചു, കുറേ പേര് കവ് വരച്ചു. ടൈം ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു. That was a good question actually. ഉണ്ടായിരുന്നു ഓവറോൾ എക്സാം നിനക്ക്? നല്ലതായിരുന്നു. ആപ്റ്റ് എളുപ്പമായിരുന്നു. നിനക്കോ? ആപ്റ്റ് എളുപ്പമായിരുന്നു. ഡ്രോയിങ് കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ തെങ്കിലും മോക്ക് ടെസ്റ്റിന് വന്നതോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു ആപ്റ്റിറ്റ്യൂഡിൽ? വന്നായിരുന്നു. മറ്റ് പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സീൻ ഡ്രോയിങ്. ഡ്രോയിങ്ങിൽ നമ്മുടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എന്തോരം ക്വസ്റ്റ്യൻസ് വന്നു? പോസ്റ്റേഴ്സ് വന്നു, പിന്നെ സീക്വൻസ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഓവറോൾ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഒരു 1 to 10 റേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര റേറ്റ് ചെയ്യും നീ? എക്സാമിന് റിവ്യൂ 9, 8. ഓക്കെ, നല്ല എക്സാം ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഏറ്റവും കിളി പോയ ക്വസ്റ്റ്യൻ ഏതാ? കിളി പോയത് ഇല്ല. എക്സാം എഴുതിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ സീൻ ഡ്രോയിങ്ങിനകത്ത് കവ് ആണോ ക്രോ ആണോ, കുറേ പേര് ക്രോ വരച്ച് വെച്ചു, കുറേ പേര് കവ് വരച്ച് വെച്ചു. ആ ഒരു സീൻ സംഭവം സെയിം തന്നെ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു? ഓവറോൾ നോട്ട് ടു ഈസി, ബട്ട് ചെയ്യാം. സമയം വെച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാം. എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? അങ്ങനെ വെച്ചാൽ 4-5 ഉണ്ടായി. ഒരു ദിവസത്തേക്കും കംപ്ലീറ്റ്ലി ഡ്രോയിങ് ആയിരുന്നില്ല, എഴുത്തുണ്ടായിരുന്നു. കുറേ റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ഉണ്ടായി കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ആപ്റ്റിറ്റ്യൂഡും ഐ ഫീൽ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാണ്. മറ്റേ ക്വാണ്ടിറ്റേറ്റീവ് ഒന്നും അധികം ഉണ്ടായില്ല. ജനറൽ നോളജും കുറച്ച് ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടായി, പിന്നെ നോൺ വെർബൽ അതൊക്കെ ഉണ്ടായി. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാതെ ആൻസർ ചെയ്യാൻ പറ്റും. ഒരു ഓവറോൾ ഒരു 1 to 10 എത്ര റേറ്റ് ചെയ്യും എക്സാം? ഞാൻ എത്ര നല്ലോണം ചെയ്തു? അതെ, ഞാനൊരു 6.5 പറയാം. 6.5. ഓക്കെ, ശരി, താങ്ക് യു. എൻ്റെ പേര് ഫാത്തിമ സിദ. ഞാൻ കോട്ടക്കൽ ബ്രാഞ്ചിൽ നിന്നാണ് വരുന്നത്. ഇന്ന് എക്സാം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഗാറ്റ് പാർട്ട് വാസ് ഓക്കെ, പക്ഷേ ഡ്രോയിങ് പാർട്ട് എക്സ്പെക്റ്റ് ചെയ്ത പോലെ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റി, പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ല വന്നത്. പിന്നെ ടൈം ഭയങ്കര ക്രൂഷ്യലായിരുന്നു ചെയ്തതും, പക്ഷേ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് വാസ് സിമ്പിൾ. എക്സ്പെക്ടിങ് എ ഗുഡ് റിസൾട്ട് ഐ തിങ്ക്. ഓക്കെ, ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നു? ഞാൻ ഓൾമോസ്റ്റ് കുഴപ്പമില്ലാതെ അല്ല അറ്റൻഡ് ചെയ്യാൻ പറ്റി, പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റുക വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും എല്ലാതും തീർത്തു. എക്സാമിന്റെ പാറ്റേൺ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയായിരുന്നു അതോ എന്തായിരുന്നു? അല്ല, കഴിഞ്ഞ വർഷം ഇതിനെക്കാട്ടി സിമ്പിളായിട്ടാണ് ഡ്രോയിങ് എനിക്ക് തോന്നിയത്. ഈ വർഷം കുറച്ചും കൂടി സിമ്പിളായെന്ന്, പക്ഷേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അതോ എന്തെങ്കിലും വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം വന്നു? എക്സ്പെക്ട് ചെയ്ത പോലെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ 1-2 ക്വസ്റ്റ്യൻ വന്നു, പക്ഷേ എല്ലാം വെറൈറ്റി ആയിരുന്നു. ഒരു വേറെ ടൈപ്പ്, ഇതുവരെയായിട്ടും കാണാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലേ, എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇതായി, ലൈക്ക് അപ്പോൾ ഒരു സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടായ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം മാനേജ് ചെയ്ത് എങ്ങനെയൊക്കെ തീർത്തു. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പോസ്റ്റർ ആയിരുന്നു. പോസ്റ്റർ, പിന്നെ വ്യൂ, ബേർഡ് വ്യൂ, അതുണ്ടായിരുന്നു. കുഴപ്പമില്ല. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പറയാമോ? ടഫ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഗെയിം ഉണ്ടാക്കാനുണ്ടായിരുന്നു. വെച്ചാൽ ലാസ്റ്റ് ആയതുകൊണ്ടാണ് ടഫായി എനിക്ക് തോന്നി, അറിയില്ല. അത് പെട്ടെന്ന് എന്തൊക്കെയോ കാട്ടി നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും നമുക്ക് സ്റ്റുഡിയോ ടെസ്റ്റിന് വരണം. ഓക്കെ, അവിടെ വെച്ച് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം ഹാർഡായിരുന്നു, പക്ഷേ ഡ്രോയിങ് പാർട്ട് ഭയങ്കര ഹാർഡായിരുന്നു. ഭയങ്കര ഹാർഡല്ല, ഒരു മീഡിയോക്കർ ലെവൽ ഹാർഡായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസും കുറേ സംഭവങ്ങളും നമ്മൾ GK-യിലൂടെ നോക്കിയതൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡിൽ വന്നിട്ടുള്ളത്. ഡ്രോയിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിനേക്കാളും കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അതിന് കുറച്ച് ടൈം എടുത്തു, പക്ഷെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പാറ്റേൺ അല്ലേ വന്നത്? അതെന്തെങ്കിലും പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച്? ഐ മീൻ സീക്വൻഷ്യൽ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നില്ല, കോമിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല, പെർസ്പെക്റ്റീവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുറച്ച് കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പോസ്റ്റർ ഡിസൈനിങ് ഉണ്ടായിരുന്നു,
പക്ഷെ ന്യൂ ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ട്രെയിൻ സിങ്ക് തന്നിട്ട് അതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഏജസിലുള്ള ആൾക്കാർക്ക് വരുന്ന ചാലഞ്ചസ് ഒക്കെ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ചാലഞ്ചസ് എന്താണെന്ന് നോട്ട് ചെയ്തത്. അത് ഇറ്റ്സ് എ വേ ഓഫ് ടെസ്റ്റിംഗ് അവർ എംപത്തി, എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പോൾ ദാറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. അപ്പോൾ അങ്ങനെ കുറേ, പിന്നെ ഒരു ഫുൾ ഒരു കോൺവെർസേഷൻ, ഒരു ബുക്കിൻ്റെ എക്സ്കർപ്റ്റ് എന്നുള്ള ഒരു കോൺവെർസേഷൻ തന്നിട്ട് അതിനെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസും അതിനൊരു ഗെയിം ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയോ? വിത്തിൻ ദ ടൈം ഐ കുഡ് കംപ്ലീറ്റ് ഇറ്റ്. 1:00 ഇതാക്കാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആക്കായിരുന്നു. ഏത് ക്വസ്റ്റ്യനാണ് ഈസി ആയിട്ട് തോന്നിയത്? ഡ്രോയിങ്ങിലോ? ഡ്രോയിങ്ങിൽ അത് ഞാൻ ലാസ്റ്റാണ് തുടങ്ങിയത്. അപ്പോൾ ലാസ്റ്റ് ചെയ്തത് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റി. ആ ഗെയിം ഡിസൈനിങ്ങിൻ്റെ അത് കുറച്ച് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. ഓക്കെ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ? ഡിഫിക്കൽട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രാഞ്ചസിൽ നിന്ന് ലീഫ് വീഴുന്നതിൻ്റെ ഒരു 4 ബേസ്, അത് മേ ബി ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബേസിക്സ് ആണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ ഗെയിമിൻ്റെ ക്വസ്റ്റ്യൻ നന്നായി ചെയ്യാൻ പറ്റിയോ? ഗെയിമിൻ്റെ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് സ്റ്റുഡിയോ ടെസ്റ്റിന് കാണാം. ഹായ് ജെനിഫർ. ജെനിഫർ ഏത് ബാച്ചിലായിരുന്നു? 2023 to 2024 batch, like 24-25. Yeah. ബ്രാഞ്ച്? Branch Trivandrum. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? It was pretty good. Like a lot of questions from the similar type of questions that we were given and then came in the exam, and Were the mocks helpful? yeah, they were helpful. Okay. Yeah. How was the pattern generally? The pattern was a little bit different from the last time, but yeah, it was. They had the normal poster-based questions perspective. It wasn't that different. It was pretty manageable. Okay. How many questions were there in the drawing side? Drawing side, they had 5 questions, and for the MCQs, they had 20. 20. Like MCQs were, what were the main topics that came? Most of them were like general knowledge actually, like ecotourism, lots of like climate change and biology and that kind of stuff. Yeah. Okay. What was the most trickiest question of all? The trickiest would probably be the 21st question. It was to make solutions to prevent leaves from falling onto another wall. There was a wall separating 2 sides. We had to prevent it from falling. Like it was an inconvenience for the person to sweep it, so we had to prevent that. Yeah, I found that a little difficult. Okay, so that's what took most time for you. Okay. So anything else? Thank you, Jennifer. Thank you. എൻ്റെ പേര് പൂർണ്ണേന്ദു. ഞാൻ ഇവിടെ ട്രിവാൻഡ്രം തിങ്ക് ബ്രാഞ്ചിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ട്രിവാൻഡ്രം തിങ്ക് ബ്രാഞ്ചിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് പഠിക്കുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ലോണം എല്ലാം അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റി. എല്ലാം ടൈം മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. മോക്ക് എക്സാംസ് ഹെൽപ്ഫുൾ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണ് തിങ്കിലെ മോക്ക് എക്സാംസ്? തിങ്കില് മോക്ക് എക്സാംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യാനായിട്ടായിരിക്കും അവർ മോക്ക് എക്സാംസ് നടത്തുന്നത്. അതുകൊണ്ട് മെയിനായിട്ട് ടൈം മാനേജ്മെന്റ് നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുന്നു. എക്സാം പാറ്റേൺ എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രോയിങ് ക്വസ്റ്റ്യനാണ് കുറച്ച് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 4 എന്നാണ് വിചാരിച്ചത്, 5. പിന്നെ ഓവറോൾ ക്വസ്റ്റ്യൻ NID എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നു NID എക്സാം? ചെറുതായിട്ട് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് മിനിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ചെയ്തു. നിങ്ങൾ ഈ കൊണ്ടുപോയ മെറ്റീരിയൽസ് എല്ലാം അകത്ത് കയറ്റിയോ? എല്ലാം കയറ്റി. നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നോ? മെക്കാനിക്കൽ പെൻസിലോ അങ്ങനെ വല്ലതും യൂസ് ചെയ്തിരുന്നോ അകത്ത്? ഇല്ല അല്ലേ? എക്സാം ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും കുറച്ചുകൂടെ പാടായിരുന്നു ആൻഡ് സമയം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ബട്ട് എക്സാം ഓവറോൾ വലിയ കുഴപ്പമില്ല, എളുപ്പമായിരുന്നു. പാറ്റേൺ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ തവണത്തെക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ തവണത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ അതുപോലെ വന്നില്ല. ബട്ട് ടൈം കുറച്ച് കൺജസ്റ്റഡ് അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു. തിങ്കിലെ മോക്ക് എക്സാംസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നോ? അതോ എങ്ങനെയാണ്? ഹെൽപ്പ് ചെയ്തു. കുറച്ചുകൂടെ ഐഡിയാസ് കുറെ കൂടെ കിട്ടി. നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി.
റിപ്പീറ്റ് ചെയ്താണോ? ഇപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്തു. കഴിഞ്ഞതും ഇപ്പത്തേയും തമ്മിൽ എങ്ങനെയാണ്? കമ്പാരിറ്റീവ്ലി ഐ തിങ്ക് ഐ ഡൺ സോ മച്ച് ബെറ്റർ. പിന്നെ ലൈക്ക് കുറേ പ്രാക്ടീസ് കിട്ടി. സോ ഒബ്വിയസ്ലി കുറേ കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റി. പ്രാവശ്യം കുറേ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ടൈം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം എഴുതാൻ പറ്റി. ആപ്റ്റിറ്റ്യൂഡ് പാർട്ടിന്റെ ബ്രേക്കപ്പ് എങ്ങനെയായിരുന്നു? ആപ്റ്റിറ്റ്യൂഡ് ആക്ച്വലി 25 മാർക്സിനായിരുന്നു 20 ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻ 2 മാർക്ക്, ബാക്കിയെല്ലാം 1 മാർക്ക്. ലൈക്ക് കുറച്ചും കൂടെ ഈ തിങ്കി പഠിപ്പിച്ച കുറേ സംഭവങ്ങളൊക്കെ വന്നു. ലൈക്ക് നമ്മുടെ ലോഗോസ്, അങ്ങനത്തെ കുറേ പഠിച്ച കുറേ സാധനങ്ങൾ. ലൈക്ക് മോസ്റ്റ്ലി നമ്മുടെ ഒബ്സർവേഷൻ, പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക ലോജിക്കൽ സംഭവങ്ങളൊക്കെ വന്നു. ഇറ്റ്സ് നൈസ്. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ വന്നത്? സീഡിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പോലെ തോന്നിയിട്ടുണ്ട്. ആണോ? അത് ഇങ്ങനെ ഫെമിലിയർ ആയത്? ലൈക്ക് ഞാൻ സീഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ എടുത്ത് ചെയ്തു. യു സീഡിനായിട്ടാണ് ഞാൻ അത് ചെയ്തത്, ബട്ട് അത് NIDക്ക് ഹെൽപ്ഫുൾ ആയത്. ഓക്കെ. സോ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് ആയിരുന്നു. ലൈക്ക് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി. എന്നുവെച്ചാൽ നമുക്ക് ടൈം മാനേജ്മെന്റ്, തിങ്കിലെ മോക്ക് എക്സാംസ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ തിങ്കിലെ ഒരു എക്സാം എഴുതി പരിചയമുള്ളതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനും സ്ട്രെസ് മാനേജ്മെന്റ് അങ്ങനത്തെ ഒക്കെ നല്ലതായിരുന്നു. ഏറ്റവും കുഴപ്പിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചോദിച്ചാൽ കിളിപോയ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കുറച്ച് ടൈം എനിക്ക് പേഴ്സണലി ടൈം പോയ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ലൈക്ക് ഒരു മരത്തിന്റെ ക്വസ്റ്റ്യൻ. ഒരു 2 നെയ്ബേഴ്സ്, അതിൽ ഒരാളുടെ വീട്ടിലെ വേപ്പിന്റെ മരം അപ്പുറത്തെ ആളുടെ വീട്ടിലോട്ട് കിടക്കുക. അപ്പോൾ അവിടെ അയാൾക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അതിനൊരു സൊല്യൂഷൻ, 4 സൊല്യൂഷൻ വേണമായിരുന്നു. അപ്പോൾ ലൈക്ക് നമ്മൾ സൊല്യൂഷൻസ് ഒക്കെ കൊടുത്തു. ഇറ്റ് വാസ് കുറച്ചൊക്കെ ഫണ്ണി രീതിയിലും കൊടുത്തു. പിന്നെ ഓവറോൾ കുറച്ച് ലൈക്ക് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസും കൊടുത്തു. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങളെ വിചാരിച്ച NID എക്സാം കഴിഞ്ഞു. നിങ്ങൾ ഇത്രയും ഒരു 1 ഇയർ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ വിചാരിച്ച റിസൾട്ട് കിട്ടിയോ? എങ്ങനെയാണ് തോന്നിയത്? ലൈക്ക് ലാസ്റ്റ് ഇയർ എനിക്ക് എഴുതിയപ്പം ടെൻഷൻ അടിച്ചപ്പോൾ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ വട്ടം ടെൻഷൻ അടിച്ച് പക്ഷെ കൈ വിറച്ചു. ഗുഡ് പോയിന്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അല്ലായിരുന്നു? സിമ്പിളായിരുന്നു. ഓക്കെ, ഒരു 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും എക്സാമിനെ കുറിച്ചിട്ട്? സിമ്പിൾ, അത്രേ ഉള്ളൂ. ഏത് പാർട്ടായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? ഡ്രോയിങ്ങിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു. ബുദ്ധിമുട്ട് അങ്ങനെയില്ല. ടൈം മാനേജ്മെന്റ് കുറേ ഐഡിയേറ്റ് ചെയ്തിട്ട് കുറേ ടൈം പോണ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിട്ടുള്ള സൊല്യൂഷനാണ്, പക്ഷെ അത് കുറേ ഐഡിയേറ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് കുഴപ്പമുണ്ടായിരുന്നു. പ്രോബ്ലം സോൾവിങ് ആയിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ടൈം മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട്? മോഡൽ എക്സാമിൽ നമുക്ക് കുറേ തിങ്ക് ചെയ്യാനുണ്ടാവും. ഇതിലായപ്പോൾ പെട്ടെന്ന് അങ്ങനെ നമുക്ക് കുറേ തിങ്ക് ചെയ്യാനില്ല. നമുക്ക് തിങ്ക് ചെയ്തിട്ട് ഒരു ശീലം ഉണ്ടല്ലോ, ഒരു ഐഡിയേഷൻ ഒക്കെ ചെയ്ത ശീലം ഉള്ളതുകൊണ്ട് നേരെ പെട്ടെന്ന് നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായില്ല, നമ്മളൊക്കെ വിചാരിച്ചു തന്നെയാണ് ഉണ്ടായത്. കുറച്ച് തിങ്ക് ചെയ്യാണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് വളരെ ഈസി ആയിരുന്നു എന്നാണ് ഞാൻ കുട്ടികൾ പറയുന്നത് കേട്ടത്. സത്യമാണോ? ബിക്കോസ് എല്ലാവരും പേടിച്ചിരുന്ന ഒരു പാർട്ടായിരുന്നു ആപ്റ്റിറ്റ്യൂഡ്. ഇൻ കേസ് അരിത്തമെറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങാനും കൂടുതൽ വരുമോ? 25 മാർക്ക് ആദ്യം ആപ്റ്റിറ്റ്യൂഡിന്റെ ഇതിൽ തന്നെ കണ്ടു. 25 മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ 25 ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന്, ലൈക്ക് ബബിൾ ചെയ്യേണ്ടതിൽ 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 25 ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആലോചന ഉണ്ടായിരുന്നു. അത് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 20 ക്വസ്റ്റ്യനും നമ്മൾ തിങ്കിൽ തിരുത്ത മോഡൽ പേപ്പറിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സെയിം ക്വസ്റ്റ്യനാണ്, സെയിം ടൈപ്പ് സെയിം ക്വസ്റ്റ്യൻസ്. ലോഗോ ആയാലും ICC9 ലോഗോ ആയാലും എല്ലാവരും സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമ്മുടെ സ്റ്റോറിയിൽ ഇട്ടിരുന്നൊരു ക്വസ്റ്റ്യൻ വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിത്താറിൻ്റെ ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഡ്രോയിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പ്രോബ്ലം സോൾവിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ക്രിയേറ്റീവ് സൊല്യൂഷൻ ബേസ്ഡ് ആയിരുന്നു. സോ ഒരു പാറ്റേൺ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? ഒരു ലാസ്റ്റ് ഇയേഴ്സിൽ ഒരു 2-3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സഡൻ ചേഞ്ച് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്? അതൊരു ഗ്രാജുവൽ ചേഞ്ച് ആയിരുന്നു? ആസ് എക്സ്പെക്റ്റഡ് ആയിരുന്നോ? ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ട്വിസ്റ്റ് എന്തെങ്കിലും ഫീൽ ചെയ്തു? ലൈക്ക് പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഇല്ല, പുതിയതായ പ്രൊഡക്റ്റ് ഡിസൈനിങ് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് പോസ്റ്റ് നമുക്കറിയാവുന്ന തരത്തിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യാം. പിന്നെ സീക്വൻസ് ഡ്രോയിങ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. സീക്വൻസ് ഡ്രോയിങ് ആയിരുന്നില്ല, കാരണം പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നതിന് തന്നെ ലൈക്ക് 4 സ്കിൽസ് ആയിട്ട്.
സോ 2 പാർട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് ഡ്രോയിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഏതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു? ഐ മീൻ ടഫായിട്ട്, കമ്പാരിറ്റീവ്ലി ടഫായിട്ടുണ്ടായിരുന്നത് ഏത് സബ്ജക്റ്റായിരുന്നു? ഡ്രോയിങ് ആയിരുന്നു. സോ ഫസ്റ്റ് ഒരു പേപ്പർ ഫസ്റ്റ് കയ്യിൽ കിട്ടി. യൂഷ്വലി നമുക്കറിയാം NID എന്ന് പറയുമ്പോൾ ലൈക്ക് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്നാണല്ലോ. സോ ആ ഒരു പേപ്പർ കയ്യിൽ കിട്ടി ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ബിക്കോസ് നമുക്കറിയില്ല പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാം വരാൻ പോകുന്നത്, ഒന്നും അറിയില്ല. സോ ആ ഒരു പേപ്പർ കയ്യിൽ കിട്ടിയ ഉടനെയുള്ള നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? എന്താ അപ്പോൾ തോന്നിയത്? ലൈക്ക് ജസ്റ്റ് മൈൻഡിൽ തോന്നിയത് എന്തായിരുന്നു? നേരെ ഫസ്റ്റ് ആപ്റ്റ്യൂഡ് പെട്ടെന്ന് തീർക്കണം എന്നായിരുന്നു. ഡ്രോയിങ് ടൈം കിട്ടില്ലെന്ന് അറിയാം. അപ്പോൾ ആപ്റ്റ്യൂഡ് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം, അറിയാത്ത വിടാന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചായിരുന്നു. പക്ഷേ എല്ലാം അറിയുന്നതായിരുന്നു. സെയിം പാറ്റേൺ ആണ് ആപ്റ്റിറ്റ്യൂഡിന് 25% വെയിറ്റേജ് ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായോ? അതായി. ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ? ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ലേ? ടൈം അറിയാത്തത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ എല്ലാം ചെയ്തു. പേര് ശ്രീയ, ബാച്ച് ട്രിവാൻഡ്രം തിങ്കള May 6th ബാച്ച് ആയിരുന്നു. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോഡറേറ്റ്, ഓക്കെ, കുഴപ്പമില്ല, എന്നാലും പാടായിരുന്നു. മോക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതുകൊണ്ടാണ് അത് മോഡറേറ്റ് എന്ന് തോന്നിയത്. മോക്കുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, എന്നാലും എളുപ്പമല്ലായിരുന്നു. ആപ്റ്റിറ്റ്യൂഡൊക്കെ എല്ലാം കൂടെ ഇങ്ങനെ കൺഫ്യൂഷനായി. ഡ്രോയിങ് ഒരുപാടുണ്ടായിരുന്നു വരയ്ക്കാൻ. അപ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയാ, പൊഗമയ. ആപ്റ്റിറ്റ്യൂഡ് ഏതൊക്കെ ഏരിയാസ് എന്നാണ് ചോദിച്ചത് മെയിനായിട്ട്? മിക്സ്ഡ് ആയിരുന്നു. മാത്സ് ഒന്നും ഒരുപാട് അങ്ങനെ ഇല്ല, പക്ഷേ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് ചോദിച്ചത്. എല്ലാം ഈക്വലി ഉണ്ടായിരുന്നു. GK ആയാലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും എല്ലാം അരിത്തമെറ്റിക് ആയാലും എല്ലാം ഈക്വലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഒരുപാട് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് പടപടപടാന്നങ്ങ് പോയി. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നോ? 20 അത്രേ ഉള്ളൂ. 19 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കി ഡ്രോയിങ്ങിനാണ് കൂടുതൽ വന്നത്. 75 ആ ഡ്രോയിങ്ങിന്. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ? നല്ലായിരുന്നു. തിങ്ക് കാരണമാണ് ഞാൻ ഇത് എഴുതിയത്. തിങ്കിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? NID ഹെൽപ്പ് ചെയ്തോ? NID ഹെൽപ്പ് ചെയ്തു. അഹല്യ മാം ഇങ്ങനെ പുഷ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തതല്ലേ? ഞാൻ റിപ്പീറ്റ് ചെയ്തതാ. പ്രീവിയസ് അറ്റംപ്റ്റും ഈ അറ്റംപ്റ്റും ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റാ. ഓക്കേ. ഞാൻ യൂസ്ഡ് എഴുതുന്നില്ല, നിഫ്റ്റ് എഴുതുന്നുണ്ട്. ഓക്കേ. പ്രിപ്പയർ ചെയ്തോ? എങ്ങനെയുണ്ട്? നിഫ്റ്റും കുഴപ്പമില്ലാതെ പോകുന്നു. നിഫ്റ്റ് ഒക്കെ NIDക്ക് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നും ഇടുന്നില്ല ഞാൻ. കാരണം ഞാൻ നിഫ്റ്റ് മൊത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് NID ഞാൻ ഒരു ബാക്കപ്പ് പോലെ വന്ന് എഴുതിയത് ഒരു വാമപ്പിന് വേണ്ടി. അല്ലാതെ NID ഞാൻ ഒരുപാട് 100% എക്സ്പെക്ടേഷൻ